നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയേറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ റബ്ബർ തോട്ടത്തിലുണ്ടാകുന്ന പട്ടമരവെപ്പ്. നമ്മുടെ എല്ലാ തോട്ടങ്ങളിലും ഈ പട്ടമരവെപ്പ് ഉണ്ടാവാറുണ്ട്. ഏത് മരം ആയിക്കോട്ടെ, നാടൻ മരം ആയിക്കോട്ടെ, ബഡ് മരം ആയിക്കോട്ടെ, ഏതിനം മരമായാലും നമ്മുടെ ഈ റബ്ബർ മരത്തിന് പട്ടമരവെപ്പ് സർവ്വസാധാരണമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം പട്ടമരവെപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, പട്ടമരവെപ്പ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പം നമ്മൾ ഈ കാരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റബ്ബറിന്റെ പട്ടമരവെപ്പ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതുകൂടാതെ നമ്മുടെ ഈ പട്ടമരവെപ്പ് വന്ന റബ്ബർ മരം എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഈ പട്ടമരവെപ്പ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ പട്ടമരവെപ്പ് ഉണ്ടാവാനുള്ള പല കാരണങ്ങൾ കൊണ്ടാണ്. ഈ പട്ടമരവെപ്പ് എന്ന് പറയുന്ന ഒരു രോഗമല്ല. ഒരു രോഗമാണെന്നുണ്ടെങ്കിൽ 1-2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ മരം ഉണങ്ങിപ്പോണ്ടതാണ്. പക്ഷെ നമ്മുടെ ഈ പട്ടമരവെപ്പ് വന്ന ഈ മരങ്ങൾ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളൊരു 10 വർഷം അവിടെ നിന്ന് കഴിഞ്ഞാലും ഈ മരങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ ഏത് അവസ്ഥയിലാണോ അങ്ങനെ തന്നെ നിൽക്കും, ഒരു കുഴപ്പമില്ലാതെ. അപ്പം ഈ പട്ടമരവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബർ മരത്തിന് ഈ പാല് ഇല്ലാത്തൊരവസ്ഥയാണ് ഈ പട്ടമരവെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരമായിട്ടുള്ള ഈ ടാപ്പിംഗ് തന്നെയാണ്. അപ്പം ചില തോട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ 5-6 ടാപ്പിംഗ് ചെയ്യുന്ന തോട്ടങ്ങളുണ്ട്. അങ്ങനെയുള്ള തോട്ടങ്ങളിലും ഈ പട്ടമരവെപ്പ് ആ സൈഡിലെ പാല് തീർന്നു പോയിട്ട്, അപ്പം നമ്മളൊരു മരത്തിൽ ടാപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ എ പാനലും ബി പാനലും ആണല്ലോ. അപ്പം എ പാനല ടാപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെളിനെ ടാപ്പ് ചെയ്തിറങ്ങി പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പാല് തീർന്നു പോയി പട്ടമരവെപ്പ് വരുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഒരു മരത്തെ പട്ടമരവെപ്പ് വന്നു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ചെയ്യുന്നത് ഇപ്പുറത്ത് ബി പാനൽ അങ്ങ് മാർക്ക് ചെയ്യും. ബി പാനൽ മാർക്ക് ചെയ്യുമ്പോൾ അവിടെ നല്ല പാലായിരിക്കും. കാരണം അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കന്ന് പാലായിരിക്കും. 6 മാസം നല്ല പാല് കാണും. 6 മാസം കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ പാല് തീർന്നു കഴിഞ്ഞിട്ട് അവിടെയും പട്ടമരവെപ്പായി കഴിയും. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ മേളിപ്പട്ടയിടും. മേളിപ്പട്ടയിട്ട് കഴിയുമ്പം അവിടെ നമ്മൾ ഇതുപോലെ 2-3 മാസം വെട്ടി കഴിയുമ്പോൾ അവിടെയും പാല് തീരും. പിന്നെ ഇപ്പുറത്ത് ഇട്ട് നോക്കും. അപ്പം പിന്നീട് ചോട്ടിലെങ്ങും പാലില്ലാത്തൊരവസ്ഥയായിരിക്കും. പിന്നെ മുകളിലായിരിക്കും പാല് കാണുന്നത്. അപ്പം നമ്മളിത് ഷോർട്ടർ വെട്ടി ആ മരത്തിന്റെ കാലാവധി തീരുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പം നമുക്ക് ഇനി അങ്ങനെ ഉണ്ടാവരുത്. അപ്പം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പട്ടമരവെപ്പ് 100% തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. കാരണം എൻ്റെ തോട്ടത്തിൽ ഞാൻ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് 100% പട്ടമരവെപ്പ് മാറിക്കിട്ടി. അത് ആ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിരന്തരമായ ഈ ടാപ്പിംഗ് നമ്മൾ ഒഴിവാക്കുക. അപ്പം നമ്മളൊരു ആഴ്ചയിൽ ഒരു 4 ദിവസത്തിൽ കൂടുതൽ നമ്മൾ ടാപ്പിംഗ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നനവുള്ള മരം ഒരിക്കലും യാതൊരു കാരണവശാലും ടാപ്പിംഗ് ചെയ്യരുത്. അപ്പോൾ ആ സൈഡിലെ പട്ട പഴുത്ത് പോകാൻ കാരണമാകുന്നുണ്ട്. അപ്പം നമ്മൾ ടാപ്പിംഗ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ചെറിയ നനവുണ്ടെങ്കിൽ നമ്മൾ ടാപ്പിംഗ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ടാപ്പിംഗ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ റെയിൻ ഗാർഡ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ മരത്തിന് റെയിൻ ഗാർഡ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാലും ടാപ്പിംഗായിട്ട് ഇറങ്ങും. പ്ലാസ്റ്റിക് ഇടുന്നവർക്ക് കുഴപ്പമില്ല. ഈ ഷെയ്ഡ് ഇടുന്നവർക്ക് നമ്മളൊരു മഴ പെയ്ത് കഴിയുമ്പം എറിച്ചിലടിച്ച് ഈ പട്ടയെല്ലാം നനയുന്നുണ്ട്. അപ്പം നമ്മളൊരു മഴ പെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 4 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ ടാപ്പിങ്ങിനായിട്ട് ഇറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ എറിച്ചിലടിച്ച് ഈ പട്ട നമ്മളറിയാതെ തന്നെ ചെറിയ നനവ് വരും. അതും നമുക്ക് ഈ പട്ടമരവെപ്പിന് കാരണമാകാറുണ്ട്. അപ്പം ഇത് 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം ടാപ്പിംഗ് ചെയ്ത് കഴിയുന്നത് പട്ടയ്ക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു 10 ദിവസം കൂടുന്തോറും ടാപ്പിംഗ് കഴിഞ്ഞ് 10 ദിവസം കൂടുന്തോറും നമ്മളൊരു M45 എന്ന് പറഞ്ഞ കുമിൾനാശിനി ഈ പട്ടയിൽ അടിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ പട്ടയിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ ഈ മരുന്ന് തേച്ചിട്ട് പട്ടയിൽ മരുന്ന് തേച്ചിട്ട് ഈ ടാപ്പിംഗ് ചെയ്യുന്ന രീതി. അപ്പോൾ ഈ മരുന്ന് തേച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ മരുന്നിൻ്റെ പ്രത്യേകത എന്താണ്, ഇപ്പം നമ്മുടെ ഈ റബ്ബർ മരത്തിന് എവിടൊക്കെ പാലുണ്ട് ആ മരത്തിൻ്റെ ആ പാലെല്ലാം കൂടെ വന്ന് പട്ടയിൽ വന്നിറങ്ങി പാല് ഇറങ്ങും. നല്ല പാല് കിട്ടും മരുന്ന് തേക്കുമ്പോൾ. അത് കുറച്ച് നാളത്തേക്ക് കാണത്തുള്ളൂ. പിന്നെ അത് പട്ട മരിച്ചു പോകുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ പുല്ല് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്നടിക്കുന്ന ഒരു രീതി തോട്ടങ്ങളിലുണ്ട്. അപ്പോൾ ഈ മരുന്നടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ റബ്ബറിൻ്റെ വളം പിടിക്കുന്ന വേരുകളൊക്കെ ഈ മണ്ണിന് മുകളിലായിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ മരുന്നടിക്കുമ്പോൾ നമ്മുടെ ഈ പുല്ല് കരിയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ പന്ന വേരുകൾക്ക് വളം പിടിച്ചെടുക്കുന്ന ഈ പന്ന വേരുകൾക്ക് കേടുപാടുകൾ പറ്റാൻ കാരണമാകുന്നു. അടുത്ത ഈ പട്ടമരപ്പിന് കാരണമാകുന്ന പറഞ്ഞാൽ നമ്മൾ ടാപ്പിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഈ പാൽപ്പട്ട പൂർണ്ണമായിട്ട് എടുക്കുന്ന സമയത്ത് ഈ തണ്ണിപ്പട്ട മുറിഞ്ഞ് അവിടെ കേടുവരാൻ തൊലി പൂർണ്ണമായിട്ട് പോകുന്നൊരവസ്ഥ, തടി തെളിയുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നീട് ഈ തണ്ണിപ്പട്ട വഴിയാണ് ജലവും വളമൊക്കെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ തണ്ണിപ്പട്ട മുറിയുമ്പോൾ പിന്നെ നമ്മൾ പിറ്റേന്ന് നോക്കുമ്പോൾ അവിടെ കൂടെ വെള്ളം
ഒലിക്കുന്നത് കാണാം. മേലോട്ട് പോകുന്ന വെള്ളം അവിടെ വെച്ച് ഇടയ്ക്ക് വെച്ച് അവിടെ ജോയിന്റ് ലീക്ക് ആയതുകൊണ്ട് അതിലേക്കൂടെ വെള്ളം ലീക്കാവുന്ന കാണാം. അതും പട്ടമരപ്പിന് കാരണമാണ്. അപ്പോൾ അവിടെ നമ്മൾ ടാപ്പിംഗ് ചെയ്യുമ്പം അവിടെ ഈ കത്തി നനവ് പറ്റും. പിന്നെ അടുത്ത ഒരു മരത്തേൽ ചെല്ലുമ്പോഴും ഇത് അവിടെ ആ മരത്തേൽ നനവ് പറ്റുന്നുണ്ട്. അതാ പറയുന്നത്, ആൾക്കാർ പറയുന്നത് ഈ പട്ടമരപ്പുള്ള മരത്തെ ടാപ്പ് ചെയ്യുന്ന കത്തി വെച്ച് മറ്റുള്ള മരത്തെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പട്ടമരപ്പ് ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അപ്പം ഈ പട്ടമരപ്പ് എന്ന് പറയുന്ന രോഗമല്ല, പകരാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ അടുത്ത ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത് ആഴ്ച 2 ദിവസം ടാപ്പിംഗ് ചെയ്യണമെന്ന് പറയും. ഇപ്പം ഈ ഒരു സൈഡിലെ പാല് പൂർണ്ണമായിട്ടും തീർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ആഴ്ച 2 ദിവസം ടാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം ഈ 2 ദിവസം ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഒന്നരാടം ടാപ്പിംഗ് ചെയ്യുന്നതും ഡെയിലി ടാപ്പിംഗ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ടാപ്പിംഗ് ചെയ്യുന്ന ആ പട്ട അളവല്ല നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ചീവിക്കളയേണ്ടത്. അപ്പോൾ വെച്ച് പട്ടയ്ക്ക് കനം കൂട്ടി ചീവി കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പാല് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പട്ട കറുത്ത് തന്നെ ഇരിക്കും, നമുക്ക് പാല് കിട്ടത്തില്ല. ആ കനത്തിൽ ചീവി കളഞ്ഞെങ്കിൽ മാത്രമേ പാല് കിട്ടുകയുള്ളൂ. അപ്പോൾ എൻ്റെ തോട്ടത്തിൽ ഞാൻ വിജയിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 6 മാസം ഒരു സൈഡ് വെട്ടും, 6 മാസം അപ്പുറത്തെ സൈഡ് വെട്ടും. അപ്പോൾ 6 മാസം ഇപ്പുറത്തെ സൈഡ് വെട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പുറത്ത് ബി പാനൽ വരുമ്പോഴത്തേക്ക് നമുക്കവിടെ പാൽക്കുഴലുകളെല്ലാം നിറഞ്ഞു നിൽക്കും. അപ്പം നല്ല പാലായിരിക്കും. അപ്പം അവിടെ നമ്മളൊരു 6 മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് അവിടെ നല്ല പാലായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ തോട്ടത്തിൽ പട്ടമരപ്പ് എനിക്ക് വളരെ മാറിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്കും ഇത് തീർത്തും വിജയകരമായി തീരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത പട്ടമരപ്പിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ടുള്ള വളപ്രയോഗം. നമ്മുടെ ഈ റബ്ബർ മരത്തിന് വളമിടേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഒരു വർഷം 900 ഗ്രാം വളമാണ് ഒരു മരത്തിന് ഇടേണ്ടത്. അപ്പം നമ്മളത് 3 ഗഡുക്കളായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം സാധാരണഗതി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വർഷം കൊണ്ട് തന്നെ ഈ 900 ഗ്രാം അല്ല 1 കിലോ ഒക്കെ ഒരു മരത്തിന് ഇട്ട് കൊടുത്ത് ആ ജോലി അങ്ങ് തീർക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പാലെല്ലാം കൂടെ ഇറങ്ങി ആ പട്ടയിലെ പാല് പൂർണ്ണമായിട്ട് തീർന്നു പോകുന്നൊരവസ്ഥയാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ വളം ഇട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ചില മരങ്ങൾക്കൊക്കെ പാല് കൂടുതലായിരിക്കും. ആ പാല് കൂടുതലുള്ള മരത്തിന് ഇച്ചിരിയും കൂടെ വളം കൂടുതലിട്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ പാല് കുറവുള്ള മരത്തിന് ഇച്ചിരി കുറയ്ക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് പാലെല്ലാം കൂടെ ഇറങ്ങി നമ്മുടെ ഈ പട്ടയിലെ പാല് പൂർണ്ണമായിട്ടും തീർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അടുത്ത ഒരു പട്ടമരപ്പിന് കാരണമായിട്ടുള്ളത് നമ്മൾ ഈ ടാപ്പിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ മഴ പെയ്യുമ്പോൾ കത്തി നനയും. ആ നനഞ്ഞ കത്തി വെച്ച് നമ്മൾ ടാപ്പിംഗ് ചെയ്യുമ്പോഴും അതും പട്ടയ്ക്ക് കേട് വരാറുണ്ട്. അപ്പം നമുക്ക് ഈ പട്ടമരപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പട്ടമരപ്പ് വന്നുപോയ മരം എന്ത് ചെയ്യണമെന്നാണ് ഇനി അടുത്ത പറയുന്നത്. അപ്പോൾ നമ്മൾ പട്ടമരപ്പ് വന്നു പോയ മരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസം അവിടെ ടാപ്പിംഗ് നിർത്തിയിടുക. ഇപ്പുറത്തെ സൈഡ് ടാപ്പിംഗ് ചെയ്യാതെ ആ സൈഡ് അങ്ങ് ടാപ്പിംഗ് നിർത്തിയിട്ടിട്ട് നമ്മളൊരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അവിടെ പട്ട തെളിച്ച് നോക്കുക അവിടെ പാലായിട്ടുണ്ടോന്ന്. പാലായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 1 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നോക്കുക, അവിടെ തെളിച്ച് നോക്കുക, പാലുണ്ടോ നോക്കുക. പാലില്ലെങ്കിൽ വീണ്ടും അവിടെ സ്റ്റോപ്പ് ചെയ്തിടുക. പിന്നെ 1 വർഷവും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തീർച്ചയായിട്ടും അവിടെ 2 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും 75% മരങ്ങൾക്ക് പട്ടമരപ്പ് മാറിക്കാണുന്നതാണ് കണ്ടിരിക്കുന്നത്. അപ്പം എന്നിട്ടും പട്ടമരപ്പ് മാറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒരു പട്ടയിട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പട്ടയിട്ട് കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടയിട്ട് കൊടുത്തിട്ട് അവിടെ മരച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് ഇപ്പുറത്ത് പട്ടയിടാൻ നിൽക്കരുത്. അപ്പം നമ്മൾ ഈ റെസ്റ്റിലൂടെ തന്നെ നമുക്ക് ഇത് പട്ടമരപ്പ് മാറി കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടാപ്പിംഗ് ചെയ്യുമ്പോൾ കത്തി എടുത്തെടുത്ത് വെട്ടണം. അപ്പം ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തെടുത്ത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാല് ഉൽപ്പാദനം കൂടുതലായിട്ട് കിട്ടും. ആ പാൽക്കുഴൽ അല്ലെങ്കിൽ നമ്മൾ നിരക്കി വെട്ടിക്കഴിഞ്ഞാൽ പാൽക്കുഴൽ അടഞ്ഞു പോകുന്ന രീതിയാണ്. പാൽക്കുഴൽ അടഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പട്ടമരപ്പിലോട്ട് തന്നെ അത് മാറും. അപ്പം നമ്മുടെ ഈ മരത്തിൻ്റെ ഈ പാൽക്കുഴൽ അടഞ്ഞു പോകുന്നത് തന്നെയാണ് ഇത്. ഇപ്പം നമുക്ക് പിന്നെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടം മരച്ചു പോയ മരത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ മരുന്ന് 2 വർഷമായിട്ടും ഈ മരത്തിന് പാലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ആ പട്ടയിലൊക്കെ ഒന്ന് മരുന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഈ പാൽക്കുടയിൽ അടഞ്ഞു പോയതാണല്ലോ പാൽ ഇറങ്ങി വരാത്തത്. അപ്പം നമുക്ക് ഈ മരുന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ പാലുണ്ടെങ്കിൽ അത് ഇറങ്ങി വരുമെന്നാണ് കമ്പനിക്കാർ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ പാൽക്കുടലിൽ തുറക്കുന്നിടം വരെ നമുക്ക് ഈ പട്ടം മരച്ച മരത്തെ ഈ 2 വർഷം കഴിഞ്ഞതിന് ശേഷം മരുന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഈ പട്ടമരപ്പ് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്നത് എനിക്ക് അങ്ങനെ പട്ടമരപ്പ് മാറിയെന്നാണ്. അപ്പം ഞാൻ ഈ ഒരു സൈഡ് പാനലാണെങ്കിൽ ഈ ഒരു സൈഡ് ഞാൻ 6 മാസം ഇവിടെ ടാപ്പിംഗ് ചെയ്യും. പ്ലാസ്റ്റിക് ഇട്ട് ഇവിടെ ടാപ്പിംഗ് ചെയ്യും. പ്ലാസ്റ്റിക് അഴിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ടാപ്പിംഗ് ചെയ്യുന്നത് ഇതിൻ്റെ ചുവട്ടിലായിരിക്കും.
ഇതിൻ്റെ ചോട്ടിലായിരിക്കും ഞാൻ ടാപ്പിംഗ് ചെയ്യുന്നത്. വേനൽക്കാലങ്ങളിൽ നമ്മൾ ചോട്ടിലും ടാപ്പിംഗ് ചെയ്യും, റെയിൻ ഗാർഡ് ഇടുന്ന സമയത്ത് മുകളിലും ടാപ്പിംഗ് ചെയ്യും. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ടാപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം 6 മാസം നല്ല പാലായിരിക്കും. നമുക്കിത് പാല് തീരാറാകുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ചോട്ടിലായിരിക്കും പിന്നെ നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ ചോട്ടിൽ ടാപ്പിംഗ് ചെയ്യുമ്പോൾ അവിടെ നല്ല പാലായിരിക്കും. അവിടെ പാല് ആയി കഴിഞ്ഞ് നല്ല നമ്മൾ 6 മാസം നമ്മൾ കുറച്ച് നാൾ വെട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വിടുമ്പോഴത്തേക്ക് ഇവിടെ നല്ല പാലുൽപാദനമായിരിക്കും. അപ്പോൾ അപ്പുറവും ഇപ്പുറവും മാറിയും തിരിഞ്ഞ് വെട്ടുന്നത് നല്ലൊരു പട്ടോമരപ്പ് മാറാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇതിപ്പം നമ്മൾ 6 മാസം ഞാൻ ഇപ്പുറത്താണ് വെട്ടിയത്. ഇനിയിപ്പം നമ്മൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ ചോട്ടിലായിരിക്കും വെട്ടുന്നത്. ഇപ്പം ചോട്ടിലിപ്പം നല്ല പാല് തിങ്ങി നിറഞ്ഞ് നിൽക്കുമായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പിൻകാന എന്ന് ഇതുപോലെ മാർക്ക് ചെയ്യാം. പിൻകാന മാർക്ക് ചെയ്തിട്ട് ഇവിടെ പാല് തിങ്ങി നിൽക്കുമായിരിക്കും. നമുക്ക് ഇതെല്ലാം ഈ ഉണങ്ങിയ പട്ടയൊക്കെ ഒന്ന് ഇളക്കി കളയാം. നമ്മൾ ചീക്കെടുക്കുന്ന കത്തി വെച്ച് ഇളക്കി കളയുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ മുൻകാനയൊന്ന് മാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ 2 മാസത്തോടെ എനിക്ക് ടാപ്പിംഗ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടുത്തെ പട്ട തീർന്ന്. എന്നിട്ട് നമുക്ക് ടാപ്പിംഗ് ചെയ്ത് നോക്കാം പാലുണ്ടോന്ന്. നമുക്ക് ചിരട്ട വെക്കാം. അതാണ്ട് ഇവിടെ പാല് തിങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും പാല് ഇവിടെ വന്നത്, വെട്ടിയപ്പോഴേ പാല് വന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ഈ കരിഞ്ഞ പട്ട മാത്രമേ ചീവി കളഞ്ഞുള്ളൂ. ഇനിയിപ്പം അടുത്തൊരു ടാപ്പിംഗ് ഇവിടെ വരുമ്പോഴായിരിക്കും നല്ല തന്നെ. ഒന്നുകൂടെ ടാപ്പ് ചെയ്യാം. ഒന്നുകൂടെ തെളിച്ചു കൊടുക്കാം. പട്ടയ്ക്ക് നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇത്ര നാൾ വെട്ടായിട്ടിരുന്നോണ്ടേ 4 ദിവസം വെട്ടി കഴിയുമ്പോഴേ നമുക്ക് വെട്ടിനൊരു സ്പീഡ് ആവത്തുള്ളൂ. കണ്ടോ, ഈ സൈഡ് നല്ല പാല് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് വെട്ടി ഉടനെ പാല് കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ 2-3 മാസം വെട്ടുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ നല്ല പാലായിരിക്കും. അത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ അപ്പുറത്തെ മാർക്ക് ചെയ്യും. അപ്പുറത്തെ സൈഡ് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നല്ല പാലുൽപാദനമായിരിക്കും ആ സൈഡ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് വിജയം കിട്ടിയ കാര്യം പറഞ്ഞാൽ ഞാൻ പ്ലാസ്റ്റിക് ഇടുന്ന സമയത്ത് ഞാൻ മുകളിലും വെട്ടും, വേനൽക്കാലങ്ങളിൽ ഞാൻ ചോട്ടിലും വെട്ടും. അങ്ങനെ വെട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 100% പട്ടമരപ്പ് മാറും. എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ 100% പട്ടമരപ്പ് മാറി. പക്ഷേ നമ്മൾ പട്ടമരപ്പ് വന്നതിന് ശേഷമല്ല ഇത് ചെയ്യേണ്ടത്, വരുന്നതിന് മുമ്പ് ഇത് തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തീർത്തും പട്ടമരപ്പ് മാറി കിട്ടും. അപ്പം കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിത് 100% വിജയം കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100% വിജയം കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം, മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.